ആസിപ്പൂ നിന്നിലമ്മേ ജഗതീതുവിധം വിസ്മയ കാഴ്ചയായി നീ ഭാവിക്കും പോലെ മാത്രം സകലതുമകജേ സംഭവിക്കുന്നു വാർത്താൽ. ഭവ്യം നിൻ പാദപത്മം ഭവഭയമകലെ പോക്കുവാൻ പോന്നതല്ലോ. ഭംഗ്യാവന്നെൻ്റെ മുമ്പേ ഭഗവതി വിലസീടെപ്പോഴും സാനുകമ്പേ. ദേവീ ശരണമമ്മേ. സുപ്രഭാതം, ശുഭദിനം. എല്ലാ ധന്യാത്മാക്കൾക്കും പുലർകാലവന്ദനം. ശ്രീമദ് ദേവി ഭാഗവത നിത്യപാരായണ പരമ്പരയുടെ ഇന്നത്തെ യജ്ഞവേദിയിലേക്ക് സുസ്വാഗതം. ദശമസ്കന്ധം അഞ്ചാമത്തെ അധ്യായമാണ് ഇന്ന് അവലോകനം ചെയ്യാനുള്ളത്. വിന്ധ്യപർവ്വതം അരുണന്റെ ഗതിയെ നിരോധിച്ചപ്പോൾ ബ്രഹ്മാദി ദേവന്മാരും മഹാദേവനും കൂടി വിഷ്ണു സന്നിധിയിലെത്തി വിഷ്ണുവിനെ സ്തുതിക്കുന്ന ഭാഗങ്ങളാണ് ഈ അധ്യായത്തിൽ. അവര് വൈകുണ്ഠത്തിൽ ചെന്നു വിഷ്ണുവിനെ സ്തുതിച്ചു, വിഷ്ണുവിനെ ദർശിച്ചു. ഭഗവാനെ കണ്ട ഉടൻ തന്നെ ദേവന്മാരിതാ ഭഗവാനെ സ്തുതിക്കാൻ തുടങ്ങി. ജയ വിഷ്ണു രമേശാദ്യ മഹാപുരുഷപൂർവജ ദൈത്യാരേ കാമജനക സർവകാമഫലപ്രദ മഹാവരാഹ ഗോവിന്ദ മഹായജ്ഞസ്വരൂപദൃക് മഹാവിഷ്ണു ദ്രുവേശാദ്യ ജഗത് ഉത്പത്തികാരണ മുതലായിട്ടുള്ള ഭഗവാന്റെ ഗുണഗണങ്ങളെ സ്തുതി എന്ന് പറയുമ്പോൾ എന്താ? ഭഗവാന്റെ ഗുണഗണങ്ങൾ, ഭഗവാന്റെ സ്വരൂപവർണ്ണനകൾ, ഭഗവാൻ ചെയ്ത ലീലകൾ, ഭഗവാൻ ചെയ്ത ഭക്തവാത്സല്യമായിട്ട് ഭഗവാൻ ഭക്തന്മാരെ അനുഗ്രഹിച്ചതായിട്ടുള്ള കാര്യങ്ങൾ, ഭഗവാന്റെ വിശേഷങ്ങൾ, ഇതൊക്കെയാണല്ലോ സ്തുതി എന്ന് പറയുന്നത്. അപ്പോൾ ആ സ്തുതിയൊക്കെ ഓരോന്നും അവരെ ഭഗവാൻ ഓരോരോ മഹാവിഷ്ണു അവതാരങ്ങൾ എടുത്ത് ഓരോ സങ്കടത്തിൽ നിന്ന് ഭൂമിയെയും ദേവന്മാരെയും മറ്റുള്ളവരെയും എല്ലാം അതാത് സമയത്ത് അതാത് അവതാരത്തിൽ കൂടി രക്ഷിച്ചതായിട്ടുള്ള ആ ഭഗവാന്റെ ഭക്തവാത്സല്യത്തെയൊക്കെ അവിടെ ദീർഘമായിട്ട് ബ്രഹ്മാദി ദേവന്മാരൊക്കെ സ്തുതിച്ചു എന്നാണ് പറയണത്. അതേമാതിരി സൃഷ്ടിസ്ഥിതി സംഹാരത്തിൽ സ്ഥിതി അഥവാ പരിപാലനം ചെയ്തുകൊണ്ട് ഈ ത്രിഭുവനങ്ങളെയും പരിപാലിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഭഗവാനെയാണ് അവിടെ സ്തുതിച്ചത്. ഭഗവാന്റെ ഗുണഗണങ്ങളെയെല്ലാം അവിടെ പറഞ്ഞ് സ്തുതിച്ചു. ഇതിനു മുമ്പ് അവർക്ക് വന്ന പല വിപത്തുകളിൽ നിന്നും ഭഗവാൻ അവരെ എപ്രകാരമാണ് രക്ഷിച്ചത് എന്നുള്ളതിനെയെല്ലാം അവരവിടെ ആ സ്തുതിയിലൂടെ പറഞ്ഞു. അവരുടെ സ്തുതിയൊക്കെ കേട്ട ഭഗവാൻ സന്തോഷിച്ചു. പറഞ്ഞു ഭഗവാൻ, പ്രസന്നോസ്മി സ്തവേനാഹം ദേവാസ്താഭം വിമുഞ്ചധ. ദേവന്മാരെ, നിങ്ങൾ ദുഃഖിക്കണ്ട, നിങ്ങളുടെ ദുഃഖം ഞാൻ തീർത്തു തരാം. നിങ്ങൾക്ക് എന്നിൽ അത്യന്തം ദുർലഭമായ വരവും നിങ്ങൾക്ക് കിട്ടും. നിങ്ങളുടെ ഈ സ്തുതി കേട്ട് ഞാൻ പരമപ്രീതി അടഞ്ഞിട്ടുണ്ട്. ഈ സ്തോത്രം പ്രഭാതത്തിൽ എണീറ്റ് ആരാണോ നിങ്ങളിപ്പോൾ എന്നെ സ്തുതിച്ച് ഈ സ്തോത്രം ജപിക്കുന്നത്, അവന് എന്നിൽ പരമമായ ഭക്തിയുണ്ടാകും. അവനൊരിക്കലും ദുഃഖം ബാധിക്കില്ല. അവൻ്റെ ഗൃഹത്തിലെ ദാരിദ്ര്യമോ ദൗർഭാഗ്യമോ ദുർനിമിത്തങ്ങളോ പീഡനകളോ ബ്രഹ്മരക്ഷസ മുതലായവയുടെ എന്തെങ്കിലും ദോഷങ്ങളോ ഒന്നും തന്നെ രോഗങ്ങളോ ഒന്നും ബാധിക്കില്ല. അകാല മരണം അവനും അവൻ്റെ ഗൃഹത്തിലോ ഉണ്ടാവില്ല. ആയുരാരോഗ്യ സൗഖ്യങ്ങൾ സർവസുഖഭോഗങ്ങൾ അവന് കിട്ടും എന്നൊക്കെ ഈ ദേവന്മാരെ മഹാവിഷ്ണുവിനെ സ്തുതിച്ച സ്തുതിയെ ആരാണോ ജപിക്കുന്നത് അവർക്ക് എന്തെല്ലാം അനുഗ്രഹം ഉണ്ടാവും എന്നുള്ളതിനെയാണ് അവിടെ ആദ്യം പറഞ്ഞത്. ഇത് ജപിക്കുന്നവന് എന്നിൽ ഭക്തിയുണ്ടാവും, മുക്തിയും ഞാൻ അവന് കൊടുക്കും എന്നെല്ലാം പറഞ്ഞ് ആശ്വസിപ്പിച്ചു.
അങ്ങനെയുള്ള ഞാൻ നിങ്ങളുടെ ദുഃഖങ്ങൾ ഇല്ലാതാക്കാം എന്ന് പറഞ്ഞ് ആദ്യം ഇതാ അവരുടെ സ്തുതിയെ കേട്ട് അവരെ ഭഗവാൻ സന്തോഷിപ്പിച്ചതായിട്ടുള്ള ഭാഗങ്ങളെയാണ് 5ാം അധ്യായത്തിൽ അവിടെ പറയുന്നത്. ഇനി ഭഗവാൻ എപ്രകാരമാണ് അവരെ ഈ സങ്കടത്തിൽ നിന്നും രക്ഷിക്കുന്നത് എന്നുള്ള കഥയാണ് തുടർന്നു കൊണ്ടുപോകുന്നത് അടുത്ത 8ാമത്തെ അധ്യായത്തിൽ. ശ്രീ മഹാദേവ്യൈ നമഃ. സർവത്ര ഗോവിന്ദ നാമ സങ്കീർത്തനം ഗോവിന്ദ ഗോവിന്ദ.